ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ ടൂർ ആണ്, അല്ലെങ്കിൽ കിച്ചൺ മേക്ക് ഓവർ എന്നൊക്കെ പറയാം. ആക്ച്വലി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ റൂമിലാണ്. പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ കിച്ചൺ പല ടൈപ്പിൽ വരും. ഒന്നെങ്കിൽ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിച്ചൺ വരാറുണ്ട്. സോ നമ്മൾ നിൽക്കുന്ന ഒരു സെപ്പറേറ്റ് കിച്ചൺ ഉള്ള ഒരു സ്റ്റുഡിയോ റൂമാണ്. സ്റ്റുഡിയോ റൂം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരിക്കും. സോ ഈ ഒരു ചെറിയ കിച്ചന്റെ ഒരു മേക്ക് ഓവർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ ഈ സ്റ്റുഡിയോ റൂം എടുത്തപ്പോൾ അതുകൊണ്ട് കിച്ചൺ ഇങ്ങനെയായിരുന്നു കേട്ടോ. അവർ ഓൾമോസ്റ്റ് എല്ലാം എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ആദ്യം വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് നേരത്തെ റൂമിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ റൂമിലോട്ടും എടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നേരത്തെ ഈ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചൺ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, പല പല ദിവസങ്ങളും ഉണ്ട്. കുറച്ചൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടത്. ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉള്ള ആ ഒരു ടേബിളായിരുന്നു ഇത്. ഈ ടേബിളിൽ ഓൾറെഡി ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിക്കർ. അതിന് പകരം ഞങ്ങൾ ഈ ഒരു സ്റ്റിക്കറാണ് സെലക്ട് ചെയ്ത് ഈ വട്ടം. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് കിച്ചണ് ആദ്യം അതൊന്ന് സെറ്റ് ചെയ്തിട്ടു. അത്രയേ അപ്പോൾ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ഈ ഒരു രീതിയിലായിരുന്നു ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിൾ ഫുള്ളായിട്ടും ഈ ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടി ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. ഇത് നേരത്തെ ഒട്ടിച്ചൊരു വോൾ സ്റ്റിക്കർ ആയിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു വോൾ സ്റ്റിക്കറാണ് ഈ പ്രാവശ്യം ഒട്ടിച്ചത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വോൾ സ്റ്റിക്കറായിരുന്നു. ഇത് നമ്മൾ ഡേ ടു ഡേ എന്തോ വാങ്ങിയതാണ് കേട്ടോ. സോ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു. നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പണ്ടത്തെ കിച്ചണിൻ്റെ ഒരു മേക്ക് ഓവർ. ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ ആ ഒരു കിച്ചൺ, ഞങ്ങൾ നേരത്തെ നിന്ന റൂമിലെ കിച്ചൺ. സോ അതിനുശേഷം തോന്നി ഈ ഒരു ഇങ്ങനെ കിച്ചൻ്റെ ഒരു സ്റ്റിക്കർ നമ്മൾ ടിമോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ആ ഒരു വോളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. ഇവിടെ മെയിൻലി ഈ ഓയിലൊക്കെ ആ ഒരു വോളിലൊക്കെ വീണിട്ട് ആകെ അഴുക്കായി കിടക്കുമായിരുന്നു. അത് എത്ര നമ്മൾ നോക്കിയിട്ട് കളയാൻ നോക്കിയിട്ടും പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു വോൾ സ്റ്റിക്കർ വാങ്ങി അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഓയിൽ പ്രൂഫൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ടിമോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ടിമോയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ആദ്യം ഞാൻ വാങ്ങിയത് കുറച്ച് ഒരു സൈസേ ഉള്ളായിരുന്നു. പിന്നെ രണ്ടാമത് വാങ്ങിയിട്ടാണ് ഇത്രയും നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വോൾ സ്റ്റിക്കറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ആ ഒരു സൈഡ് പകുതി വരെ ഒട്ടിച്ചിട്ടുള്ളൂ. ആ ഒരു ഓയിലൊക്കെ വീഴുന്ന ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഈ ഒരു വോൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന കൊണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള ഒരു വോൾ സ്റ്റിക്കറില്ലേ, അത് തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. അത് ഒരു പകുതി ഏരിയ വരെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വോളിലും കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതും പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വോൾ സ്റ്റിക്കർ തന്നെ ഒട്ടിച്ചു. സോ നമ്മുടെ കിച്ചൺ തൊണ്ട് ഈ ഒരു ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു സ്പേസിലൂടെയാണ് ഇങ്ങനെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. കിച്ചൺ ഒരു റൂം മാത്രമേ ഉള്ളൂ, സ്റ്റുഡിയോ റൂം അറിയാമല്ലോ. അപ്പം അതിന് ഇങ്ങനെ ഒരു സ്ലാബ് മാത്രമേ ഈ ഒരു കിച്ചണിൽ വന്നിട്ടുള്ളായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ടീയും ഷുഗറും അതിൻ്റെ 2 ജാർ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കപ്പ് സ്റ്റാൻഡും വെച്ച് 2 കപ്പും അതിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മേലിൽ ഇങ്ങനെ സ്പൂണൊക്കെ ഇടുന്നത് ഇത് ഞാൻ ടിമോയിൽ നിന്ന് വാങ്ങിയത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട് അതിന് കേട്ടോ. അത് താഴെയൊന്നും വീഴാത്ത നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് പേപ്പർ ഒരു സ്റ്റാൻഡും ഇതും ടിമോയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. അതും ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് 2 മാറ്റ് 2 സൈഡിലും ആ വാഷ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ടിമോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ രണ്ടാമത് വാങ്ങിയതാണ്. ഇതിനേക്കാളും ചെറിയ അപ്പുറത്ത് കിടക്കുന്ന സൈസ് ഉണ്ടോ. അപ്പോൾ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണം, നമുക്കത് അറിയാൻ പറ്റില്ല. അതാണ് മെയിൻലി പ്രശ്നം അതിൽ നിന്ന് വാങ്ങുമ്പോൾ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 2 സ്റ്റോറേജ് റാക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു റാക്ക് കുറേ നാൾ ഞാനിപ്പോൾ വന്നപ്പം മീൻസ് പണ്ടത്തെ റൂമിൽ വെച്ച് തന്നെ വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഡേ ടു ഡേ എന്തോ വാങ്ങിയതായിട്ട് നല്ല ചെറിയ റേറ്റിന് എന്തോ കിട്ടും. അപ്പോൾ അതിൽ അത്യാവശ്യമുള്ള എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു സ്ലാബിൽ വരുന്നത്. ഈ ഒരു സ്ലാബ് മാത്രമേ ഈ ഒരു കിച്ചണിലുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് സ്റ്റോറേജ് റാക്ക് ഉണ്ട്. മുകളിലും നല്ല സ്റ്റോറേജിന് വേണ്ടി സ്പേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോറേജിന് വേണ്ടി കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ നേരത്തെ നിന്ന് ആ റൂമിനേക്കാളും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സ്റ്റോറേജിന് വേണ്ടി. സോ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് റാക്ക് അത്യാവശ്യം വലുതാണ്. നമുക്ക് നന്നായിട്ട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും.
ഈ ഒരു റാക്കിലായിട്ടാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള പൊടികളെല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഡ്രോയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് മെയിൻലി നമ്മൾ അത്ര എപ്പോഴും എടുക്കാത്ത പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കപ്പും അതുപോലെ തന്നെ ഗ്ലാസ്സും എല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെ എപ്പോഴും എടുക്കാത്തതൊക്കെയാണ് വെക്കുന്നത് സാധാരണ. അങ്ങനത്തെയൊക്കെ കുറേ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഈ അടുത്ത് പണ്ടത്തെ റൂമിൽ വെച്ച് തന്നെ വാങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു ഡേ ടു ഡേ ആണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതും നല്ല യൂസ്ഫുള്ളാണ്. അതിൻ്റെ മുകളിലാണ് ഞാൻ മെയിൻലി ഈ ഒരു ഉപ്പും അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ, നൈഫ് അങ്ങനത്തെ എല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. അതിന് ഇപ്പുറത്തായിട്ട് ഓയിലും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത് അവിടെ ആയിട്ടാണ്. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇടേണ്ട സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. അതിന് ഇപ്പുറത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ്. ഇവിടെ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ടേബിളിൽ അങ്ങനെ ഒന്നും വെക്കാറില്ല. കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ സ്പേസ് ഒക്കെ വേണ്ടേ അതിനായിട്ടും. സോ ആ ഒരു വോളിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിളിൽ സൈഡിൽ മിക്സിയും അതുപോലെ കെറ്റിലും വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടല്ലേ, അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുണ്ട്. ഇതിലും നല്ല സ്റ്റോറേജിന് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേബിളാണ് കേട്ടോ. ഇത് പണ്ട് തൊട്ടേ നമ്മൾ പണ്ടത്തെ റൂമിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആ ഒരു ടേബിളിലാണ് വെച്ചേക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഭയങ്കര ചെറിയൊരു കിച്ചണാണ്. അത്യാവശ്യം ഒരാൾക്ക് നിന്ന് കുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു കിച്ചണാണ്. പക്ഷേ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പഴയ റൂമിലെ കിച്ചണും കൂടി അതിൻ്റെ ചെറിയൊരു കുറച്ച് ക്ലിപ്സ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ട്, പക്ഷെ അത്ര നീറ്റൊന്നും അല്ലായിരുന്നു. ഒരു വില്ലയിലായിരുന്നു, വില്ല പോലത്തെ ഒരു റൂമിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഒരു സ്റ്റുഡിയോ പോലത്തെ തന്നെയാണ്, അത്രയും സ്പേസ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെയായിരുന്നു കിച്ചൺ കിടന്നിരുന്നത്. പക്ഷേ ഇത് നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ നന്നായിട്ട് മേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷേ ഇവിടെ മെയിൻലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഈ ചൂട് സമയത്തൊന്നും ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനേ പറ്റില്ല. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്ര ചൂടായിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്തതാണ് ഈ ഒരു സ്റ്റോറേജ് റാക്കൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പഴയ കിച്ചൻ്റെ വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും അല്ലേ, അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ പോകാനായിട്ടൊക്കെ തോന്നും. പക്ഷേ മുന്നോട്ടൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ചെറിയ ലൈഫിൽ ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ട് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.